അങ്ങനെ സിറാജിന്റെ പരോടി കഴിഞ്ഞ് നേരെ പോയത് രാഘവട്ടന്റെ മോളെ രേഷ്മന്റെ മംഗളത്തിന് ബ്ലോക്ക് ആയതുകൊണ്ട് കൗണ്ടൊക്കെ ത്രിപ്സ് ഇട്ടിട്ട് പോയത് മംഗളത്തിന്റെ പരിക്കത്താണ്. അങ്ങനെ പറവീസിരിക്കും നാട്ടിലെ പൗരപ്രമുഖന്മാരെല്ലാം സജീവമായിട്ടുണ്ട്. അങ്ങനെ ഫോണും പിടിച്ചുള്ള കയറുമ്പോൾ നാളത്തെ എൻഗേജ്മെന്റ് ചെക്കൻ ഇരിക്കുന്നു. ചെക്കന് പെണ്ണാന്റെ സന്തോഷത്തിലുള്ളത്. അങ്ങനെ നബിദിനാകുമ്പോൾ സാധിക്ക് നാട്ടിലെത്തി. അങ്ങനെ ഉള്ളിലേക്ക് എത്തുമ്പോൾ മംഗളത്തിന് ഒരു ഗൗജി തുടങ്ങി. കേരി പോലെ ഫുൾ ഓണിലുണ്ട്. ഫുള്ള് നാട്ടിലെ എല്ലാ ആൾക്കാരും ഉണ്ട്. ജാബിറിൽ നബിദിനായോണ്ട് ദുബായി തന്നെ വന്നിരുന്നു. ആസീബ് ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രേഷ്മന്റെ അച്ഛൻ രാഘവേട്ടൻ. ഇതാണ് മുതൽ. അങ്ങനെ രാഘവേട്ടൻ ഒരു ഹഗ്ഗും കൊടുത്തിട്ട് രാഘവേട്ടന് സന്തോഷമായി. അല്ലിത് ആരാ വേറെ ആരുമില്ല, നമ്മളെ പിരിസത്തിന്റെ കുമാരേട്ടന്. അങ്ങനെ പുതിനാട്ടി തേടുമ്പോൾ പുതിനാട്ടി അവിടെ സ്റ്റേജിൽ മെയിൻ ആയിട്ട് നിന്നിട്ടുണ്ട്. എല്ലാവർക്കും ആശംസ നേരാൻ വേണ്ടി ഒരു മൊമെന്റ് ആയിട്ട് പുതിനാട്ടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്തിരിക്കുന്ന പുതിയാപ്പളല്ലേ നാട്ടിലേടെ പരിപാടിയാണ്. ഈ ബസീർച്ചന്റെ ചായ ഇല്ലാണ്ട് എന്ത് പരിപാടി? നല്ല ചായ റെഡിയാകുന്നുണ്ട്. ശരിപ്പിച്ച് ചായ എടുത്ത് പോകുന്നില്ല. പുള്ളമാരിലെ 4-5 ഗ്ലാസ് ചായ കുടിക്കും. ഇടയിൽ നാച്ചുകാർ ഷെയ്ക്കാനും കൊടുത്തു. വ്ളോഗ് നോക്കുന്നവരുടെ കൈ വന്നിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ച് അമ്പൂന മംഗലം. ഇതന്നെ നമ്മളെ പുതിനാട്ടി അപ്പു. ഇത് നമ്മളെല്ലാ വ്ളോഗിനും സപ്പോർട്ട് ചെയ്യുന്ന അസർപുച്ച. വെറും അസർപുച്ചല്ല, ഡോക്ടർ അസർപുച്ച. ഇത് നമ്മളെ പ്രിയപ്പെട്ട അള്ളിച്ച രാഘവട്ടന്റെ മോളെ മംഗലാണെങ്കിൽ ഞങ്ങൾക്ക് ഫീൽ ആയത് നമ്മളെ പോലത്തെ മംഗല പോലെ. ബസീർച്ച ചായ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കല്. മിസ്സും വസീറും കുടിച്ചന്നെ അമ്പു അക്കാനോട് പടായി വിടുമ്പോൾ കറക്റ്റ് സമയത്ത് കിണ്ടി കൊണ്ടുവന്നിട്ട് പേര് മാതൃകയായി. അങ്ങനെ ബൈക്കിനായിട്ട് പിന്നെ 2 നല്ല ചൂട് മൈസൂർ പാക്ക് പായി കിട്ടി. നമ്മൾ സന്തോഷം. യോന്റെ മംഗലം കഴിഞ്ഞ ശേഷം യോൻ ഇപ്പൊ കാണുന്നത് ആദ്യമായിട്ട് മംഗലം വെച്ചിട്ട് ഇങ്ങനെ ആക്കലുണ്ടാ. മുനീർച്ചാമിയോട്ടൻ എന്തോ കാര്യമായിട്ട് ചർച്ചയാക്കുന്നുണ്ട്. വ്ളോഗിൽ വരാൻ വേണ്ടിയുള്ള യോന്റെ അഭിനയത്തിന് ഒരു ഓസ്കാർ കൊടുക്കേണ്ടി വരും. അപ്പുറം നോക്കുമ്പോൾ നമ്മൾ സുഖ ബേബി വഹിക്കുന്നുണ്ട്. ചന്ദ്രൻ ഫുള്ള് സജീവമായിട്ടുണ്ട്. ഇതാണ് നമ്മളെ രാഘവട്ടന്റെ ഫാമിലി. അങ്ങനെ മനസ്സ് പാട്ട് പാടുമ്പോൾ എന്നെ വിളിച്ചു. ഞാനും കുറച്ച് ഷോക്കാൻ വേണ്ടി ഞാനും പാടി. പാടാൻ നോക്കുമ്പോൾ ആൾക്കാരുണ്ട്, പിന്നെ കാണുന്നില്ല. പിന്നെ അറബിക് ഡാൻസിലുണ്ട്. നമ്മ പാട്ട് നിർത്തി. ഇത് നമ്മൾ അപ്പൂന്റെ കസിൻ. അങ്ങനെ ബേക്കാൻ പോയിട്ടാകുമ്പോൾ സിദ്ദിഖ് 2 പപ്പടം തല്ലാക്കിട്ട് അങ്ങനെ നല്ല ബിരിയാണി ഉണ്ടായി, സദ്യ ഉണ്ടായി. ഞാനും കൗ നല്ല സദ്യ അടിച്ചു. ഒക്കെ സാധിച്ചുണ്ടായി കമ്പനിക്ക്. ഓണത്തിന് സദ്യ കിട്ടിയില്ല. അങ്ങനെ പാങ്ങലടിച്ച് ബേച്ചിലടിച്ചിട്ട് അപ്പുറം നോക്കുമ്പോൾ മമ്മദുമായി നല്ല അടി അടിച്ചിട്ട് ഇരുന്നിട്ടുണ്ട്. ബ്ലോഗിലിട്ടില്ല അൺഫോളോ ആക്കും ചിരിച്ചാകുമ്പോൾ ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോയി. അങ്ങനെ എല്ലാവരും ഹാപ്പിയാക്കി രേഷ്മാന്റെ മംഗളത്തിന്റെ ബ്ലോഗ് വൈൻഡപ്പ് ആക്കി. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക. അടുത്ത വ്ളോഗ് കാണാം. ബൈ.